വളരെ സ്റ്റൈലിഷ് ആയിട്ട് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു സാരിയാണ്. ചന്തേരിയാണ്, പ്യുവർ ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് ഫുൾ ബോഡിയിലും ഫ്ലോറൽ ജാൽ പാറ്റേണിലും നല്ലൊരു എംബ്രോയിഡറി വർക്കാണ്. ത്രെഡ് വർക്കിലാണ് ഫുൾ ബോഡി വരുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ സീ ഗ്രീൻ ആണ്, അക്വ ഗ്രീനിലുള്ള ത്രെഡ് വർക്കാണ് ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു അക്വ ഗ്രീനിലെ കോൺട്രാസ്റ്റ് ഒരു ക്രീപ്പ് ടോപ്പാണ് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. ഇതായിരിക്കും ഫുൾ ഒരു ഫ്ലോറൽ ജാൽ പാറ്റേണിൽ ഫുൾ ത്രെഡ് വർക്ക് തന്നെ വരുന്നുണ്ട് സാരിക്ക് വിത്ത് റിബൺ ബോർഡർ, സിമ്പിൾ ബോർഡറാണ് വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസിലാണ് ആ ഒരു വർക്ക് വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഹാഫ് പോർഷനിൽ പ്ലീറ്റ്സിന്റെ പോർഷനിലായിരിക്കും ഫുൾ ആ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. മുന്താണി ഷോർട്ട് പല്ലു തന്നെ വരുന്നത്. ഗോൾഡൻ സെറിയിൽ ആ ഒരു ഗ്രീനിൽ തന്നെ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസ്, ഗോൾഡൻ ആൻഡ് ഗ്രീനിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത്. അതിന് ആ ഒരു അപ്പറും ലോവറും വരുമ്പോൾ ആ ഒരു ഗോൾഡൻ സെറി ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും, ആ ഗോൾഡൻ സെറി ലൈൻസിൽ തന്നെയാണ് സാരിയുടെ റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല എലഗൻ പാർട്ടി വെയർ സാരിയാണ്. ഇത് നമുക്കൊരു ക്രിസ്മസ് അറ്റയറായിട്ട് ഡ്രേപ്പ് ചെയ്യാം. അതെല്ലാം നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അതുപോലുള്ള ഫംഗ്ഷന് പേസ്റ്റിൽ കളർ പാറ്റേൺ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അത് കൂടാതെ ഒരു ഫംഗ്ഷനും ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. സെയിം അതേ കോമ്പിനേഷൻ സെയിം തന്നെ, അക്വ ഗ്രീൻ, സീ ഗ്രീനിൽ തന്നെ ഫ്ലോറൽ പാറ്റേണും സെയിം തന്നെ കേട്ടോ. ഒരു ബോഡി കളറിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഒരു ലൈറ്റ് ചിക്കു ടോണിലാണ് ബോഡി വരുന്നത്. അതിൽ ഫുൾ ബോഡിയിലും അതേ സീ ഗ്രീനിൽ തന്നെ ആയിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. ഫ്ലോറൽ ജാൽ പാറ്റേണിൽ ഇത് റിബൺ ബോർഡർ, ഷോർട്ട് പല്ലു, റണ്ണിങ് ബ്ലൗസ് വരുന്നത് സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരു ചിക്കു ടോണിൽ തന്നെ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്. ഇതിൽ ചന്തേരി ആണെങ്കിലും ഒരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട് സാരിയിൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു പാർട്ടി വെയർ മൂഡാണ് സാരിക്ക് വരുന്നത്. നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ബേബി പിങ്ക് ആണ്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ ബേബി പിങ്ക് ആണ്. ബേസ് കളർ പറയുമ്പോൾ ഒരു ക്രീമിഷ് ബേജ് ആണ്. ഐവറി ക്രീമും ബേജും കൂടി ബ്ലെൻഡഡ് ആയിരിക്കും സാരിയുടെ ആ ഒരു ബേസ് വരുന്നത്. അതിൽ നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ ബേബി പിങ്കിലായിരിക്കും ആ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നത്. ഇതിനും ബേബി പിങ്ക് ബ്ലൗസ് എല്ലാം ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ സാരിക്ക്. ആ ഒരു വർക്കിന്റെ കളർ ഏതാണോ ആ കളറിലെ ബ്ലൗസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് പോലെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ഇതിന്റെ കൂടെ വരുന്ന ബ്ലൗസ് നല്ലതാണ്. പല്ലു ഷോർട്ട് പല്ലു, ഗോൾഡൻ സെറിയിലുള്ള ലൈൻസിലാണ് സിമ്പിൾ മുന്താണി വന്നിട്ട് ബോഡി കംപ്ലീറ്റ് ഈ ഒരു ത്രെഡ് വർക്കാണ് സാരിയിൽ വരുന്നത് ബേബി പിങ്കിൽ വിത്ത് റണ്ണിങ് ബ്ലൗസ്. എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഇത് വരുന്നത് പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ ആ ഒരു പീച്ച് ടോണിൽ തന്നെയുള്ള ഫ്ലോറൽ വർക്ക് ആയിരിക്കും സാരിക്ക് കംപ്ലീറ്റ് വരുന്നത്. ഇതാണ് സാരിയുടെ ക്ലോസർ ലുക്ക്. ഇങ്ങനെ വരും നല്ല ഫ്ലോറൽ ഡിസൈൻസിൽ വിത്ത് സിമ്പിൾ ബോർഡർ. ഇതാണ് പല്ലു വരുന്നത് ഗോൾഡൻ സെറി തിൻ ലൈൻസിലാണ്. ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസ്. പീച്ചിലും ആ ഒരു ഗോൾഡൻ സെറി ലൈൻസിൽ തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പിസ്ത ഗ്രീൻ ആണ്. പിസ്ത ഗ്രീനിലായിരിക്കും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. നല്ലൊരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ. മുന്താണി ഷോർട്ട് പല്ലു, ബ്ലൗസ് സെയിം കളർ പാലറ്റ് സെയിം തന്നെയാണ് വരുന്നത്. അതേ പിസ്ത ഗ്രീൻ തന്നെ വരുന്നത്. ബോഡി കളറിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് വരുമ്പോൾ ഒരു ഐവറി ക്രീമാണ് സാരിയുടെ ബോഡി വരുന്നത്. അതിൽ പിസ്ത ഗ്രീനിൽ തന്നെ ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും സിമ്പിൾ ബോർഡർ. ഗ്രീൻ ആൻഡ് ഗോൾഡൻ സെറിയിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് മുന്താണി. ആ ഒരു സ്റ്റൈലിൽ തന്നെ സ്ട്രൈപ്പ് പാറ്റേൺസിലായിരിക്കും വിത്ത് ബ്ലൗസ്. പേസ്റ്റൽ ഗ്രീൻ വിത്ത് ആ ഒരു ടിഷ്യൂ യാൺസിലായിരിക്കും സ്ട്രൈപ്പ് ഡിസൈൻസിൽ റണ്ണിങ് ബ്ലൗസ് വരും. നെക്സ്റ്റ് കളർ പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. യെല്ലോയിലും അതേ സ്റ്റൈലിൽ വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ്. പല്ലു, ആ ഒരു മുന്താനിയുടെ പാറ്റേണിൽ ഗോൾഡൻ സെറി ലൈൻസും യെല്ലോ ഇങ്ങനെയുള്ള കോമ്പിനേഷനിലായിരിക്കും വിത്ത് ബ്ലൗസ് വരും. സെയിം യെല്ലോ തന്നെയാണ്. അതേ യെല്ലോ പാറ്റേൺ തന്നെ. ആ ഒരു ബോഡി കളറിൽ മാത്രം ചെറിയൊരു ചേഞ്ച് ഉള്ളൂ. ഇത് വരുമ്പോൾ ഒരു ലൈറ്റ് ചിക്കുവിലായിരിക്കും ബേസ് കളർ വരുന്നത്. അതിലായി പേസ്റ്റൽ യെല്ലോ ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് ഷോർട്ട് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും ആ ഒരു അക്വ ഗ്രീൻ തന്നെയാണ് സാരിയിലെ വർക്ക് വരുന്നത്. ആ ഡിസൈൻ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേണിൽ തന്നെ റോസ് ഫ്ലവറിന്റെ എല്ലാം ആ ഒരു സിമിലർ ടു ആ ഒരു പാറ്റേണിലാണ് സാരിയിലെ വർക്ക് വരുന്നത്. ഫുൾ സാരിയിലും അതേ വർക്ക് തന്നെയാണ് വരുന്നത്. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ക്ലോസർ. ഇങ്ങനെ വരും. ഫ്ലോറൽ ഡിസൈൻസും ആ ഒരു ജാൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും അക്വ ഗ്രീനിൽ വരുന്നത്. സിമ്പിൾ ആ ഒരു റിബൺ ബോർഡർ തന്നെ സാരിക്ക് വരുന്നത്. ഗ്രീൻ ആൻഡ് ഗോൾഡൻ സെറി സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. അതേ സ്ട്രൈപ്പ് പാറ്റേൺസിൽ തന്നെയാണ്
വിത്ത് റണ്ണിങ് ബ്ലൗസ്. സെയിം അതേ ആ ഒരു വർക്ക് എല്ലാം സെയിം തന്നെയാണ്. കളർ പാലറ്റ് പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. ഫുൾ സാരി സെയിം സ്റ്റൈലിൽ തന്നെ വർക്ക് ഈ ഒരു പാറ്റേണിൽ വരിക. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് ആയിട്ട്, വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. ആ ബേബി പിങ്ക് ആൻഡ് ഗോൾഡൻ സെറി ലൈൻസിലാണ് സാരിയുടെ ഷോർട്ട് പല്ലു. അതേ സ്റ്റൈലിൽ തന്നെ സ്ട്രൈപ്പ് പാറ്റേൺസിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്. പേസ്റ്റൽ യെല്ലോ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ. സെയിം അതേ പാറ്റേൺ തന്നെ ഫുൾ ബോഡിയിലും അതേ ആ ഒരു ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി ആയിരിക്കും വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും. നല്ലൊരു സോഫ്റ്റ് പേസ്റ്റൽ യെല്ലോ, യെല്ലോ വിത്ത് ഗോൾഡൻ സെറി സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള ഷോർട്ട് പല്ലു, സെയിം സ്റ്റൈൽ ബ്ലൗസ്. പിസ്ത ഗ്രീൻ അടുത്ത കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ആ ഒരു ടോണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് കേട്ടോ. സെയിം പാറ്റേൺ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ബോഡി വരിക. പിസ്ത ഗ്രീൻ തന്നെയായിരിക്കും സാരിയുടെ പല്ലു, സെയിം സ്റ്റൈലിൽ അതേ പാറ്റേൺ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ. സെയിം അതേ പാറ്റേൺ തന്നെയാണ് ഫ്ലോറൽ ഡിസൈൻസിൽ പീച്ച് ടോണിലായിരിക്കും. ഇതാണ് ബോഡി വരിക, സിമ്പിൾ ബോർഡർ. പീച്ചിൽ തന്നെ പീച്ച് ആൻഡ് ഗോൾഡൻ സെറിയിലാണ് ഷോർട്ട് പല്ലു, സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ചിക്കു ആണ്. ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ചിക്കു ആണ് സാരി വരുന്നത്. ലൈറ്റ് ചിക്കു ബേസിൽ ഒരു ഡാർക്ക് ചിക്കുവിലായിരിക്കും ആ ഒരു ത്രെഡ് വർക്ക് വരുന്ന സാരി. എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. മുന്താണി, ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ ഒരു ഗ്രേ ബ്ലെൻഡഡ് പൗഡർ ബ്ലൂ ആണ് ആ ഒരു വർക്കിന്റെ കോമ്പിനേഷൻ. ഒരു പൗഡർ ബ്ലൂവും ഗ്രേയും കൂടിയുള്ള ഒരു ബ്ലെൻഡഡ് ഷെയ്ഡിലായിരിക്കും ആ ത്രെഡ് വർക്ക് വരുന്നത്, ത്രെഡ് എംബ്രോയിഡറി വരുന്നത്, ഫ്ലോറൽ ഡിസൈൻസ്, സിമ്പിൾ ബോർഡർ, പല്ലു, ബ്ലൗസ്.